നമസ്കാരം. കഴിഞ്ഞ ദിവസം കണ്ണൂർ കേളകത്ത് ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്ന ഒരു വീട്ടമ്മ അവരുടെ സ്വന്തം മകൻ്റെ കയ്യാൽ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസമാണ്, അതായത് വെള്ളിയാഴ്ച രാത്രി 10 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കണ്ണൂർ കേളകത്ത് മടത്തിപ്പറമ്പിൽ തങ്കച്ചൻ്റെ ഭാര്യ ഗീതമ്മ 50 വയസ്സാണ്. സ്വന്തം മകൻ, ഒരേ ഒരു മകൻ ക്രിസ്റ്റി 25 വയസ്സേ ഉള്ളൂ. ബാംഗ്ലൂർ പഠനത്തിന് വിട്ടിരുന്ന പയ്യനാണ്. അവിടെ പഠനത്തിന് പോയി, ഇടയ്ക്ക് പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചു, മയക്കുമരുന്നിന് അടിമയായി. സ്വന്തം നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് മാതാപിതാക്കൾ ആ മകനെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്മയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിന് ശേഷം വളരെ കൂളായിട്ട് ഉദാസീനതയോടുകൂടി തന്നെ തൊട്ടയൽവാസിയായ സുഹൃത്തിനെ വിളിച്ചു വരുത്തി ആ സുഹൃത്തിൻ്റെ സ്കൂട്ടറിൽ കയറി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസിനോട് പറയുന്നു, ഞാൻ എൻ്റെ അമ്മേനെ കൊലപ്പെടുത്തിയിട്ടേക്കുവാണെന്ന് വീട്ടിൽ. പോലീസുകാർ വരെ ഞെട്ടിപ്പോയി. രാത്രിക്കാണല്ലോ ഈ സംഭവം. രാത്രി 8 മണിയായിട്ടുള്ളൂ. ഞാൻ രാത്രി ഒരു 9 മണി കഴിഞ്ഞപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയത്. കുളി കഴിഞ്ഞിട്ട് ഒരു 9:30 കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ വൈഫ പറയുന്നത് ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് ഓടി വരുമ്പോൾ ഈ പറഞ്ഞ ഗീത ചേച്ചീൻ്റെ സഹോദരങ്ങളെ ക്രിസ്റ്റി ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും കൂടെ ചേർന്ന് അവനോട് സമാധാനിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അത് കഴിഞ്ഞപാടെ പുള്ളിക്കാരൻ്റെ ആങ്ങളെ പുറത്തിറങ്ങിയിട്ട് എൻ്റെ പെങ്ങളെ കൊന്നറാന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോഴേ ഞാൻ ചാടി വീട്ടിനകത്ത് കയറി നോക്കുന്നതും സംഭവം കാണുന്നത്. അതായത് ബെഡിൽ കിടക്കുകയായിരുന്നു. അതായത് ഫുള്ള് ബ്ലഡ് ക്ലോട്ട് ആയിട്ട് ഇങ്ങനെ ബ്ലഡിലിങ്ങനെ കിടക്കുകയാണ്. എനിക്ക് അവിടെ എന്താ പറയുക, ഒരു ഷോക്കായിപ്പോയി. അപ്പോഴേക്കും ഞാൻ ഇവരോട് പറഞ്ഞു, ഒരു വണ്ടി വിളിക്ക്, നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ സംസാരിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ കാറെടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, പിടിക്ക്, നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും തൊട്ടയൽവക്കാരനായിട്ടുള്ള ദിലീപേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി വന്നിട്ട് പറഞ്ഞു, എടാ ആൾ പോയെന്നാണ് തോന്നുന്നത്, നമുക്കിപ്പോൾ എടുക്കാൻ പറ്റില്ല, ആംബുലൻസ് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ വണ്ടി മാറ്റിയിട്ട് ആംബുലൻസ് വരാൻ നോക്കി. അപ്പോഴേക്കും ക്രിസ്റ്റി ഭയങ്കര പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുക. അവനാണെങ്കിൽ അച്ഛനെയും കൊല്ലണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ സംസാരിക്കുക. അപ്പോഴേക്കും ഞാൻ സമാധാനിപ്പിച്ച് താഴെയുള്ള കടയിൽ കൊണ്ടുവരുത്തി. എന്നിട്ട് അവസാനം അവനോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ എന്നോട് പറഞ്ഞു, ചേട്ടൻ എന്നെ കൊണ്ടുവിടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അതായത് സ്റ്റേഷൻ്റെ മുമ്പിൽ എത്താറായപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് സിഗരറ്റ് വേണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് സിഗരറ്റ് മേടിച്ച് വലിച്ചുകൊണ്ട് അവനങ്ങ് സ്റ്റേഷനിലേക്ക് കയറി പോയത്. 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഇടപെട്ടിട്ടില്ല, പുറത്ത് വെച്ചിട്ട് ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട് രാത്രിയൊക്കെ വന്നിട്ട്. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ അവൻ്റെ അടുത്ത് എന്താടാ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അവരെന്നെ ഇങ്ങനെ ആക്കിയത്, പിന്നെ അവരെന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നത്, ഇത്ര മാത്രമേ അവൻ പറയുന്നുള്ളൂ. പിന്നെ യാതൊരു കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും കൂളായിട്ട് തന്നെ ഇവ സംസാരിക്കുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം. ആ സ്ത്രീ ഒരു ബ്യൂട്ടി പാർലർ നടത്തി, തയ്യൽ കടയൊക്കെ നടത്തി, ഒരേ ഒരു മകനാണ്. മകളെ വിവാഹം ചെയ്തയച്ചു നല്ല സ്വസ്ഥമായിട്ടൊരു കുടുംബജീവിതം നയിക്കുന്ന, മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. മഹിളാ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗമൊക്കെയാണ്. അങ്ങനെ പൊതുരംഗത്തുമൊക്കെ പ്രവർത്തിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ സ്വന്തം മകൻ ഇങ്ങനെ ചെയ്തു. നമ്മളിവിടെ എടുത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എന്തൊരു മാറ്റമാണ്! ഒറ്റയ്ക്കൊരു മകനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ തങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് തങ്ങൾക്ക് ഒരു ഉതകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് എല്ലാ മാതാപിതാക്കളും ശ്രമിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇവരും, ഈ തങ്കച്ചനും ഗീതമ്മയും ആ മകനിൽ പ്രതീക്ഷ അർപ്പിച്ച് ബാംഗ്ലൂർ പഠനത്തിന് വിട്ടത്. പക്ഷെ അവിടെ ചെന്ന് മയക്കുമരുന്ന് കമ്പനികളുമായിട്ട് കൂടി മയക്കുമരുന്നിന് അടിമയായി പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചു. നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സ്വാഭാവികമായിട്ട് ഏതൊരു മാതാപിതാക്കളും ചെയ്യുന്നത് പോലെ ആ മകനെ ഏതെങ്കിലുമൊക്കെ നല്ല രീതിയിൽ, അതായത് അതിൽ നിന്നൊന്ന് മുക്തി പ്രാപിപ്പിച്ച് കൊണ്ടുവന്ന് നല്ല രീതിയിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് അവരും അത് തുടർന്ന് വന്നു. പക്ഷേ എന്തു പറയാനാണ്, കാരണം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഏതോ രീതിയിലുള്ള വാക്കുതർക്കത്തിൻ്റെ ഒടുവിൽ സ്വന്തം അമ്മയെയാണ് കഴുത്തറുത്തം കൊലപ്പെടുത്തിയത്. ഏതായാലും ഈ ഇവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഈ കൊലയാളിയായ മകൻ്റെ അപ്പൻ തങ്കച്ചൻ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു. എന്താണെങ്കിലും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. അതുകൊണ്ട് പിന്നെ പോലീസിന് പണി കുറവുണ്ട്. ഇനി പ്രതിനെ അന്വേഷിച്ചാൽ അധികം നടക്കുമൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ ഈ കേരളത്തിൽ ഇതിങ്ങനെ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മയക്കുമരുന്ന് മാഫിയ എത്രമാത്രം പിടിമുറുക്കിയിരിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു, നമ്മളൊന്നും ഈ പറയുന്നതിനെ പോലെയൊന്നുമല്ല, അതിലൊക്കെ എത്ര ഭയാനകമാണെന്നറിയോ. കേരളം നമ്മൾ പണ്ട് കണ്ടിരുന്ന കേരളമൊന്നുമല്ല. കാരണം ഈ കേരളം ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുണ്ട്, ഈ അടുത്ത കാലത്താണ് ശരിക്കും പറഞ്ഞാൽ കേരളം ഇത്രയും ഈ മാഫിയകളുടെ പിടിയിൽ അമർന്നുപോയി. ഒരു മാഫിയ തന്നെയല്ല, മയക്കുമരുന്ന് മാഫിയ മാത്രമല്ല, പലവിധ മാഫിയകളും
പാറക്കോറ് മാഫിയ, മണൽ മാഫിയ, അങ്ങനെ എല്ലാ രീതിയിലും മറ്റ് മയക്കുമരുന്ന് മാഫിയ, പിന്നെ അതുകൂടാതെ സർക്കാർ തലങ്ങളിൽ തന്നെയുള്ള മരുന്ന് മാഫിയ, കോൺട്രാക്ട് മാഫിയ, അങ്ങനെ ഏതെല്ലാം രീതിയിൽ നോക്കിയാലും മാഫിയകളുടെ ഒരു ശൃംഖലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭരണം നടത്തുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിഭീകരമായൊരു കൊള്ള സംഘം, അതായത് ലൈസൻസ് ഉള്ള ഒരു കൊള്ള സംഘം ഭരണം നടത്തുന്നു, അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്നു എന്ന രീതിയിലേക്ക് നമ്മളിതിനെ കാണേണ്ടിയിരിക്കുന്നു. അല്ലെ ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പൊതുസമൂഹം അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. ആ രീതിയിലേക്കാണ് ഇവിടുത്തെ സാമൂഹ്യ നീതി ബോധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ എന്തുമാത്രം മയക്കുമരുന്ന് പിടികൂടുന്നുണ്ട്. പക്ഷെ പിടികൂടുന്ന മയക്കുമരുന്നിൻ്റെ 90% പോലും ആ പ്രതികളെ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള, 90% 99% പോലും ശിക്ഷിക്കപ്പെടുന്നില്ല. 90% പോലും പിടിക്കപ്പെടുന്നത് കോടതികളിലേക്ക് പോലും പോകുന്നില്ല. അതല്ല, പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. കാരണം അതൊക്കെ ഈ വമ്പന്മാരുടെ ശൃംഖലയുള്ളത് കൊണ്ട് കുറച്ച് സാധുക്കളായിട്ടുള്ള ഒന്നുമില്ലാത്ത കുറേ ഏതെങ്കിലും ഏജന്റുമാരോ അവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കോടതിയിൽ പോലും റിമാൻഡ് ചെയ്യുന്നത്. ഈ അടുത്തിടെ പോലും കൂടെ എറണാകുളം ജില്ലയിൽ കടവന്തറ ഒരു വലിയൊരു ഹോട്ടലിൽ നിന്നും ഒരു വമ്പൻ ശൃംഖലനെ പോലീസ് പിടികൂടിയതിനകത്ത് ഡോക്ടർമാരും വലിയ സമൂഹത്തിലെ ഉന്നത തലങ്ങളിലുള്ള കുറേ വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ചാനലുകളിലെല്ലാം വാർത്തയൊക്കെ വന്നു. പിറ്റേന്ന് വാർത്ത കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അളവ് കുറവായിരുന്നുകൊണ്ട് എല്ലാവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതെന്താണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം മുകളിൽ വമ്പൻ പിടിപാടുകളാണ്. ഇപ്പം ഇത്രയും മയക്കുമരുന്നുകളൊക്കെ പിടിക്കുന്നു. പോലീസിനൊക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾക്കാണെങ്കിൽ ശരി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് അന്വേഷണ ഏജൻസികൾക്ക് ഇതിൻ്റെ ശൃംഖലകളെ കയറി കുറേയെങ്കിലും പിടിച്ച് അറസ്റ്റ് ചെയ്ത് അതിൻ്റെ ആ കണ്ണി മുറിച്ച് ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പടർന്ന് പന്തലിക്കുമോ? ഒരിക്കലും സംഭവിക്കില്ല. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖംമിനുക്കൽ പരിപാടിയാണ് നടക്കുന്നത്. അതായത് ഏതെങ്കിലുമൊക്കെ ഈ ഏജൻസികളെ പിടിച്ചു നോക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുന്നു, അത് ഒരു വാർത്തയാക്കുന്നു. അതിനകത്തൊരു 10-ൽ 1 പോലും കോടതിയിൽ പോലും ഹാജരാക്കില്ലാത്ത രീതിക്ക് വിട്ടു കൊടുക്കുന്നു. വളരെ അപൂർവം ചിലത് മാത്രം ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു. ഇനി കോടതിയിൽ ഹാജരാക്കിയാൽ പോലും കോടതിയിൽ നിന്ന് ഊരിപ്പോരാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം പോലീസിനെ തന്നെ അല്ലെങ്കിൽ ഈ അന്വേഷണ ഏജൻസികളെ കൊണ്ട് തന്നെ ഒത്താശ ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഊരിപ്പോരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ശൃംഖല ഇങ്ങനെ കൊഴുത്ത് ഇങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുന്നത്. ഈ മാഫിയകളുടെ ഒരു ശൃംഖല, അതാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യം. അതാണ് മാഫിയകളുടെ ഒരു ശൃംഖല ഇങ്ങനെ അതിഭയാനകമായ രീതിയിൽ കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടേ ദുർബല പിന്നെയോ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ സർക്കാർ സംവിധാനം പോലും കൂടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ അടുക്കുന്നത് വരെയും സർക്കാർ സംവിധാനം ഇങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇലക്ഷനുകൾ കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ ഒരു കെയർ ടേക്കർ മന്ത്രിസഭയുടെ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ള സർക്കാർ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്നും ഭരിക്കുന്ന കക്ഷികൾക്കോ അല്ല ഭരിക്കുന്ന സർക്കാരിന് യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളും ഇല്ല എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു തോന്നുന്നത് പോലെ മുന്നോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടത്, കാരണം ഇവിടെ നീതിബോധമുള്ള പൊതുസമൂഹം അതിശക്തമായിട്ട് ഇക്കാര്യത്തിനകത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു, പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ മാഫിയകളിലെ ഈ വാഴ്ച അത് അതിഭയാനകമാണ്. അത് 1 by 1 ആയിട്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം സമയങ്ങളിരുന്ന് പറയേണ്ടതായിട്ട് വരും. പക്ഷേ പൊതുസമൂഹത്തിന് അത് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം അങ്ങോട്ട് എടുത്തു പറഞ്ഞു. ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയനെ തളയ്ക്കാനായിട്ട് അതിശക്തമായിട്ടൊരു ഇടപെടൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് തന്നെ ശക്തമായിട്ട് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഏതെല്ലാം വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും പ്രകോപനങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം വീഴാതെ അതിശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് അറിയിക്കേണ്ട ഇടങ്ങളിൽ അറിയിച്ചുകൊണ്ട് ഇവരെ ഒതുക്കി പൊതുസമൂഹത്തിന് ഇവിടെ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിൽ ഇവിടുത്തെ ഭരണകൂടത്തെ പോലും കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ശക്തമായിട്ട് ഇടപെട്ട് അവരെ നിയന്ത്രിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.